എൻ്റെ കേരളം എത്ര സുന്ദരം ഇന്നന്ന് ദീദി പാടിയെങ്കിൽ അതിലൊട്ടും അതിശയിക്കാനില്ല. എന്തുകൊണ്ടെന്നാൽ എറണാകുളം ജില്ലയിൽ കലൂർ കത്രിക്കടവ് CBI ഓഫീസിന്റെ സമീപത്തിരിക്കുന്ന സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിന്റെ ജീവനക്കാർ കഴിഞ്ഞ വർഷങ്ങളായി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഇല്ലായ്മയുടെ ഗതികേടും താങ്ങി തെരുവിൽ കൂടെ ഗതികെട്ട് അലഞ്ഞു നടക്കുന്ന തെരുവിന്റെ മക്കളായി മുദ്ര കുത്തിയ നമ്മുടെ മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് ഇവിടുത്തെ ജീവനക്കാർ ജാതിയോ മതമോ ഭേദഭാവങ്ങളില്ലാണ്ട് ശാന്തിയും സമാധാനവും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു നാളേക്ക് വേണ്ടി എല്ലാ ആഴ്ചയും ഇവിടുന്ന് പൊതിച്ചോറുകൾ അവരവരുടെ കൈകൾ തന്നെ വെച്ച് പൊതിഞ്ഞ് അവർ തന്നെ അവരുടെ ക്യാൻറ്റീനിൽ പാചകം ചെയ്തു എറണാകുളത്തുള്ള വിവിധ ആശ്രമങ്ങളും അങ്ങനത്തെ സ്ഥാപനങ്ങളിലും ഇതെത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിവരെ പരിചയപ്പെടാം. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും നടുക്കടലിൽ വറുതിയുടെ ദ്വീപുകളിൽ കഴിയുന്നവരെ പോലെയാണ് നമ്മുടെ ഇക്കാലത്ത് നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ജനങ്ങളുടെ കാര്യം. ഒരു വശത്ത് ആഡംബരത്തിൻ്റെയും അനാവശ്യ ഭക്ഷണങ്ങളുടെയും കുമിഞ്ഞുകൂടൽ നടക്കുമ്പോൾ മറ്റൊരു ഇടത്ത് നിത്യഭക്ഷണത്തിന് വകയില്ലാതെ നിരവധി ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു ലോകക്രമം ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരെയുള്ള ഒരു ചെറിയ നീക്കമെങ്കിലും മഹത്തരമായൊരു നീക്കമായി ഈ ഒരു ഭക്ഷണ പൊതുവിതരണത്തെ ഞാൻ കാണുകയാണ്. മത്സരത്തിൻ്റെതായ ഒരു ലോകത്ത് പരസ്പരം കൊടുക്കൽ വാങ്ങലുകളിലൂടെ മഹത്തായ ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടെങ്കിലും സെൻട്രൽ എക്സൈസ് ഭവനിലെ ജീവനക്കാർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഹായം നൽകുക എന്നത് കേവലമായ ആനന്ദത്തിനു അപ്പുറമായിട്ട് സ്ഥായിയായ ഒരു പ്രവർത്തനമായി മാറ്റി തീർക്കുവാൻ ഇവിടുത്തെ ജീവനക്കാർക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് സെൻട്രൽ എക്സൈസ് ഓഫീസേഴ്സിൻ്റെ സഹകരണത്തോടുകൂടി നടക്കുന്ന ഈ പുണ്യപ്രവൃത്തി തികച്ചും ശ്ലാഘനീയമായ ഒന്നാണ്. അവരെ സഹായിച്ചും സ്നേഹിച്ചും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നും ആണ് നാം മനുഷ്യനായി ജീവിക്കുന്നത്. സാധുക്കളെ കണ്ടുപിടിച്ച് അവർക്ക് ആഹാരം നൽകാനുള്ള ഒരു സംവിധാനമൊക്കെയിരിക്കുന്ന ഈ ലവ് ആൻഡ് കെയർ പ്രവർത്തകർക്കും അതിൽ സഹകരിക്കുന്ന എൻ്റെ സെൻട്രൽ എക്സൈസ് സുഹൃത്തുക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാ മംഗളങ്ങളും നേരുന്നു.
വീണ്ടും വീണ്ടും മക്കൾ ജനിച്ചു. ഭാരതമായ ഈ പുണ്യഭൂമിയിൽ ഇല്ലായ്മയുടെയും വേർപാടിന്റെയും ദുഃഖത്തിന്റെയും ഒരു മുതൽക്കൂട്ടായി. സ്വന്തം അച്ഛനാര് അമ്മയാരെന്നറിയാണ്ടവർ അലഞ്ഞു നടന്നു. അലഞ്ഞലഞ്ഞ് അവർ ഇവിടെയെത്തി, നമ്മുടെ പുണ്യഭൂമിയായ ഗോഡ്സ് ഓൺ കൺട്രി, സമൃദ്ധിയുടെ പൂർണ്ണതയായ ഈ കൊച്ചു കേരളത്തിൽ. ജന്മജന്മാന്തരങ്ങളായ കർമ്മബലത്തിന്റെ ദുഃഖവും താങ്ങി നടക്കുന്ന ഈ തെരുവിന്റെ മക്കളെ നമ്മൾ നമ്മുടെ മാറോടെ ഏറ്റുപിടിച്ചു. ഒരു സ്വാന്തനമായി അവർക്കൊരു നല്ല നാളെ കാണിച്ചു കൊടുത്തു. അപ്പോൾ തെരുവിന്റെ മക്കൾ പാടി.